ചുറ്റുഭാഗങ്ങളിലേക്കും നോക്കി ആരെയും കാണാനില്ല. ഈജിപ്തിന്റെ ലുക്കാം മലമുകളിലൂടെ ബഹുമാനപ്പെട്ട അബൂ അബ്ദുല്ലാഹിൽ ഇസ്കന്ദരി റളിയല്ലാഹു അൻഹു നടന്നു നീങ്ങുകയാണ്. ഏതെങ്കിലും സൂഫിയാക്കളെ കണ്ടാൽ അവരുടെ അരികിൽ ചെന്നിട്ട് വല്ലതും പഠിക്കാമല്ലോ, പല കാര്യങ്ങളും മനസ്സിലാക്കണം, അവരോട് ദുആ ചെയ്യിപ്പിക്കണം. അബൂ അബ്ദുല്ലാഹിൽ ഇസ്കന്ദരി റളിയല്ലാഹു അൻഹു ആ പർവ്വതത്തിന്റെ മുകളിലൂടെ നടന്നു നീങ്ങുമ്പോൾ മലയുടെ മറുഭാഗത്ത് നിന്നൊരു സുന്ദരിയായ പെൺകുട്ടി ഒരു മിന്നായം പോലെ കണ്ടു. ആ സുന്ദരിയായ പെൺകുട്ടിയെ കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട അബൂ അബ്ദുല്ലാഹിൽ ഇസ്കന്ദരി റളിയല്ലാഹു അൻഹു അവളെ തന്നെ നോക്കി. അവൾ എങ്ങോട്ടാണ് പോകുന്നത്? അവൾ എന്തോ പാട്ട് പാടുന്നുണ്ട്. എന്ത് പാട്ടാണ് അവൾ പാടുന്നത്? അതിങ്ങനെ കാതോർത്തു നിന്നു. أيام شملي بكم يا سلام مجتمع وهبل بدي لديكم غير منظرمي ناشدتك الله إن حسن لقيك الله فقرأ سلامي عليهم غير معتشمي وقل تركت صريعا في دياركم ميتا لحي يعير السقم ذا سقمي. ആ പെൺകുട്ടി പാട്ട് പാടിക്കൊണ്ട് നടന്നു നീങ്ങുകയാണ്. എന്തോ പാടുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞും ചെരിഞ്ഞുകൊള്ളും ആ പെൺകുട്ടി പാട്ട് പാടിക്കൊണ്ട് നടന്നു നീങ്ങുകയാണ്. എന്താണ് ആ പെണ്ണ് പാടുന്ന പാട്ട്? എന്താണ് ആ പറയുന്നത്? ഈസലമിന്റെ കേക്ക് വശത്തിരിക്കുന്ന മലയുടെ മുകളിൽ നിന്നുകൊണ്ട് നാം എത്ര പ്രാവശ്യം പ്രണയത്തിൽ ഏർപ്പെട്ടവരാണ്, നമ്മളുടെ പ്രണയം പങ്കുവെച്ചവരല്ലേ എന്നടങ്ങുന്ന പാട്ടുകൾ പാടിക്കൊണ്ട് നടന്നു നീങ്ങുമ്പോൾ അബൂ അബ്ദുല്ലാഹിൽ ഇസ്കന്ദരി റളിയല്ലാഹു അൻഹു അവരുടെ പാട്ടങ്ങ് നിർത്തിയപ്പോ പെട്ടെന്ന് ബഹുമാനപ്പെട്ടവരങ്ങ് പാടി نظرة من جمالك وإلا دعيني سائرا من جمالك وقولي لهذا الليس هذا سيرك ترفق بصب واله متهالك وجودي على المشتاق يوما بنظرتي وفعل له إن الوفا من فعالك. അല്ലയോ പെണ്ണേ, നിന്റെ മാനസികമായ സൗന്ദര്യങ്ങൾ അനുഭവിച്ചുകൊണ്ട് നടന്നു നീങ്ങാൻ എന്നെയും കൂടെ കൂട്ടിയാലും, അല്ലെങ്കിൽ സുന്ദരമായ മനസ്സ് കണ്ട് ആനന്ദിച്ചുകൊണ്ട് നടന്നു നീങ്ങാൻ എന്നെ കൂട്ടുകാരനായി കൂട്ടിയാലും, അതുമല്ലെങ്കിൽ ഒരു കാമുകനായി നാശം മാത്രം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എന്നെ അംഗീകരിച്ചാലും, ആ പെണ്ണിനോട് പറഞ്ഞപ്പോൾ ആ പെണ്ണ് തിരിഞ്ഞു നോക്കിക്കൊണ്ട് അയാൾക്ക് നേരെ പറഞ്ഞു, താങ്കളെ കടാക്ഷിക്കാൻ എനിക്ക് സമയമില്ല, ഞാൻ പോവുകയാണ്. ഞാൻ അന്വേഷിച്ചു പോകുന്നത് മറ്റു പല കാര്യങ്ങളാണ്. എനിക്ക് നിങ്ങളെ കടാക്ഷിക്കാൻ സാധിക്കില്ല. ഞാൻ അന്വേഷിച്ചു പോകുന്നത് എന്റെ സൃഷ്ടാവിന്റെ വഴിയാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാർഗമല്ല. ഞാൻ മറ്റു പല ഭാഗങ്ങളിലേക്കാണ് പോകുന്നത്. എന്നാൽ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുകയെങ്കിലും ചെയ്യുമോ? എന്നൊരു ശിഷ്യനായി കൂട്ടുമോ? എനിക്ക് വേണ്ടി ദുആ ചെയ്യുമോ? ആ പെണ്ണ് പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറ്റിയ ഒരാള് നിങ്ങളുടെ അരികിലേക്ക് എത്തും, എന്നെ വിട്ടേക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടി ഓടി അങ്ങ് അകലുകയാണ്. ആ പെണ്ണ് പോയ ഭാഗത്തേക്ക് നോക്കി, കാണാനില്ല. ആ പോയ ഭാഗത്തോടെ സഞ്ചരിച്ചു, കാണുന്നില്ല. എവിടേക്കാണ് ആ പെണ്ണ് പോയത്? ആ പാതിരാ സമയമായിട്ടും അബൂ അബ്ദുല്ലാഹിൽ ഇസ്കന്ദരി റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ നിന്ന് ആ പെണ്ണിന്റെ ഓർമ്മകളെ മാഞ്ഞു പോകണില്ല.
എവിടെ പോയി? അങ്ങനെ കുറെ സമയം ചെലവഴിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ അരികിലേക്ക് ഒരു ചെറുപ്പക്കാരൻ വരികയാണ്. ജടകുത്തിയിരിക്കുന്നു, സുന്ദരമായ മുഖം, വട്ടത്താടി, നിസ്കാരത്തയമ്പുള്ള ഒരു സുന്ദരനായ ചെറുപ്പക്കാരൻ. അദ്ദേഹം ഇദ്ദേഹത്തിന്റെ അരികിലേക്ക് വന്നു. അബൂ അബ്ദുല്ലാഹിൽ ഇസ്കന്ദരി റളിയല്ലാഹു അൻഹു നോക്കി, ആ പെണ്ണ് പറഞ്ഞ ആൾ ഇദ്ദേഹമാണോ? ചിലപ്പോ ആവാം. ആ സമയത്ത് ആ മനുഷ്യൻ പറയുകയാണ്, അതെ, നിങ്ങൾ കണ്ടുപോയ സുന്ദരിയായ പെൺകുട്ടിയില്ലേ, ആ പെൺകുട്ടി ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? ആ പെണ്ണ് പറഞ്ഞ ആള് തന്നെയാണ് ഞാൻ. ഇല്ല, എനിക്കറിയില്ല. ഏതാണ് ആ പെൺകുട്ടി? അത് നിങ്ങൾ കേട്ടിട്ടില്ലേ? റൈഹാനത്തുൽ കൂഫിയ റളിയല്ലാഹു അൻഹാ മഹദിയാണത്. പെട്ടെന്ന് അബൂ അബ്ദുല്ലാഹിൽ ഇസ്കന്ദരി റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ നിന്നൊരു മിന്നായം കണക്ക് ഒരു പിളർപ്പ് സംഭവിക്കുകയാണ്. റൈഹാനത്തുൽ കൂഫിയ മഹദിയായിരുന്നു അത്. റൈഹാനത്തുൽ കൂഫിയയോടാണോ ഞാൻ അങ്ങനെ സംസാരിച്ചത്? മഹദിയുടെ പൊരുത്തം എനിക്ക് ലഭിക്കില്ലേ? മഹദിയുടെ ദ്വാ എനിക്ക് ലഭിക്കില്ലേ? അബൂ അബ്ദുല്ലാഹിൽ ഇസ്കന്ദരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, എന്നോട് ഞാൻ അവരോട് ദ്വാ കൊണ്ട് പറഞ്ഞപ്പോൾ നിങ്ങൾ ദ്വാ ചെയ്യുമെന്നാണ് എന്നോട് പറഞ്ഞത്. ഇദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ആ മഹദിയുടെ ദ്വാ കിട്ടാതെ പോയത് നിങ്ങളുടെ വലിയ പരാജയം തന്നെയാണ്. അബൂ അബ്ദുല്ലാഹിൽ ഇസ്കന്ദരി റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ് നിറയുകയാണ്, കണ്ണുനീര് ചാലിട്ടൊഴുകുകയാണ്. റൈഹാനത്തുൽ കൂഫിയയുടെ ദ്വാ എനിക്ക് കിട്ടിയില്ലേ? റൈഹാനത്തുൽ കൂഫിയയോട് എനിക്ക് ദ്വാ കൊണ്ട് പറഞ്ഞപ്പോ മറ്റൊരാൾ ദ്വാ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഓടി അകന്നു പോയോ? എന്റെ നിർഭാഗ്യമോർത്ത് ഞാൻ പെട്ടെന്ന് പൊട്ടിയങ്ങ് കരഞ്ഞുപോയി. കരഞ്ഞ് 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 കണ്ണുനീര് ചാലിട്ടൊഴുകുമ്പോ ഞാൻ പതുക്കെ ഒന്ന് കണ്ണു തുറന്നു നോക്കുമ്പോൾ എന്റെ മുമ്പിലുണ്ടായിരുന്ന യുവാവിനെയും കാണാനില്ല. പിന്നീട് എന്റെ ഓർമ്മകൾ മുഴുവനും റൈഹാനത്തുൽ കൂഫിയയുടെ അരികിലേക്കാണ് ചെല്ലുന്നത്. എവിടെയാണ് റൈഹാനത്തുൽ കൂഫിയ? ആ റൈഹാനത്തുൽ കൂഫിയയെയും അന്വേഷിച്ചുകൊണ്ട് അലുക്കാം പർവ്വതത്തിന്റെ മുകളിലൂടെ ഉന്മാദനായിക്കൊണ്ട് നടന്നു നീങ്ങുകയാണ് മഹദിയായ റൈഹാനത്തുൽ കൂഫിയ റളിയല്ലാഹു അൻഹാ. എവിടെ വെച്ചിട്ടാണ് കാണുക? അങ്ങനെ എത്രയെത്ര മഹാന്മാര്, മഹദികള്, അവരൊക്കെ അള്ളാഹുവിലേക്ക് ലയിച്ചു ചേർന്നവരാണ്, സൂഫിയാക്കളാണ്, മഹാന്മാരാണ്. അള്ളാഹുവിലേക്ക് സ്നേഹം കൊണ്ട്, പ്രണയം കൊണ്ട് ലയിച്ചു ചേർന്ന മഹദികൾ എത്രയുണ്ട്, മഹാന്മാർ എത്രയുണ്ട്. അവരൊക്കെ സഞ്ചരിച്ച വഴിയിലൂടെ സഞ്ചരിക്കാൻ പാവപ്പെട്ട നമുക്ക് കഴിഞ്ഞിട്ടില്ല. അവരുടെയൊക്കെ പൊരുത്തം കിട്ടാൻ അവരുടെ കഥ പറയുകയല്ലാതെ, അവരുടെ ചരിത്രം കേൾക്കുകയല്ലാതെ മറ്റൊന്നിനും സാധുക്കളായ നമ്മളെ കൊണ്ട് കഴിയുന്നില്ലല്ലോ. അവരുടെയൊക്കെ പൊരുത്തത്തിലായി ജീവിക്കാൻ, അവരോടുള്ള മഹബത്ത് നമ്മുടെ മനസ്സുകളിൽ വർദ്ധിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ.